എല്ലാ വ്യൂസിനും സ്കൂട്ടർ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ യമഹ റേസ് ആർ 125cc ഹൈബ്രിഡ് മോഡലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കൂടാതെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ റേസ് ആർ 125 ഹൈബ്രിഡ് മോഡലിന്റെ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റായ സ്ട്രീറ്റ് റാലി ലിമിറ്റഡ് എഡിഷൻ ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ സ്കൂട്ടറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഓൺ റോഡ് എന്ത് കോസ്റ്റ് വരുന്നുണ്ട്, അതുകൂടാതെ നമ്മൾ EMI ആയിട്ട് എടുക്കുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര വരും, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിന്ന് ഷെയർ ചെയ്തിരുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഇപ്പം തന്നെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് മെമ്പർ ആയിക്കോളുക, നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി മറ്റ് ഡിലേ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാണ്. 2024 മോഡൽ റേസ് ആർ ഹൈബ്രിഡ് സ്ട്രീറ്റ് റാലി വേർഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡിസൈനാണ്. ഇത് മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ എന്നുള്ളൊരു പുതിയൊരു കോൺസെപ്റ്റിൽ യമഹ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കൂട്ടറാണിത്. ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വളരെ വെയിറ്റ് കുറവാണ്. 99 കിലോയെ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. അതുകൂടാതെ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ ടെക്നോളജി ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ അല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ക്രാങ്കായിട്ട് ഡയറക്റ്റ് സ്മാർട്ട് മോട്ടർ കണക്ട് ആകുന്നത് കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സൈലൻ്റ് ആയിരിക്കും, ഒട്ടും സൗണ്ട് നമുക്ക് അറിയത്തില്ല. പിന്നെ ഓൾറെഡി ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഹൈബ്രിഡ് പവർ അസിസ്റ്റ് എഞ്ചിൻ കൂടെയാണ്. അതായത് ഈ സ്മാർട്ട് മോട്ടറും ഫ്യൂൽ ഇഞ്ചക്ഷനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബാറ്ററി കൂടെ നമുക്ക് വണ്ടിയുടെ റണ്ണിങ്ങിന് സപ്പോർട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി മൈലേജ് നമുക്ക് കിട്ടുന്നു, കുറച്ചുകൂടി പവർഫുൾ 10.4 Nm ടോർക്കും നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് വണ്ടി റൈഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന എയർ തട്ടാതിരിക്കാൻ ഒരു ബ്രഷ് ഗാർഡ് അല്ലെങ്കിൽ ഒരു നെക്കിൾ ഗാർഡ് സ്കൂട്ടറിന് കമ്പനി നൽകിയിട്ടുണ്ട്. പഴയ മോഡലിനേക്കാളും കുറച്ചുകൂടി ക്ലാമ്പിംഗ് എല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ക്ലാമ്പിംഗ് വന്നുള്ള നെക്കിൾ ഗാർഡ് വരുന്നുണ്ട്. ഹാലജൻ ബൾബ് യൂസ് ചെയ്തുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരും. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ LED പൊസിഷൻ ലൈറ്റാണ്. ഈ വൈ ഷേപ്പിലുള്ള LED പൊസിഷൻ ലൈറ്റ് വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു അടിപൊളി ഗ്ലോസി ബ്ലാക്ക് വൈസറും യമഹ ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഈ പറഞ്ഞ നക്കിൾ ഗാർഡ് അല്ലെങ്കിൽ ബ്രഷ് ഗാർഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. രണ്ട് ക്ലാമ്പിംഗ് ആണ്, ഒന്ന് ഹാൻഡിലിൻ്റെ തുമ്പിലും വരും, ഒന്ന് ഹാൻഡിൽ കവറിലേക്കും വരുന്നുണ്ട്. ഫ്രണ്ട് ലൈറ്റ്സിനെ കുറിച്ച് പറയാൻ സ്പ്ലിറ്റ് LED ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് തരുന്നത്. 3 ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിം ബ്രൈറ്റും 3 ബൾബുകൾ യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. വളരെ നല്ലൊരു പ്രകാശമാണ് തരുന്നത്. ഹൈലി ഡ്യൂറബിൾ ആണ്. പിന്നെ മറ്റൊരു എടുത്ത് പറയാമെന്ന് ഇതിൻ്റെ ഡിസൈൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള മെറ്റൽ പ്ലേറ്റ് സേഫ് ഗാർഡ്സ് ആണ്. മറ്റൊരു വണ്ടിയായിട്ട് കോൺടാക്ട് വരുന്ന സ്ഥലത്തെല്ലാം ഈ മെറ്റൽ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് കുറവാണ്. ഫ്രണ്ട് മഡ് ഗാർഡ് പ്യുവർ മെറ്റൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കും റൈഡിങ് കംഫർട്ടിനായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ബമ്പുകൾ ചാടിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ചാട്ടം നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് അതിൻ്റെ ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ടയേഴ്സ് എല്ലാം വരുന്നത് ഫ്രണ്ടിൽ വരുമ്പോൾ 12 ഇഞ്ച് ടയേഴ്സാണ് വരിക. 90/12 അതിൻ്റെ സൈസ്. ബ്ലോക്ക് ടയേഴ്സാണ് വരിക. അപ്പോൾ കുറേ കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഏത് ടെറയിലും നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരിക. ആ പാറ്റേൺ വരുന്നത് നമ്മുടെ R15 വരുന്ന പോലത്തെ ഹൈലി ഗ്രിപ്പുള്ള ബ്ലോക്ക് ടയേഴ്സ് വരുന്നുണ്ട്. 12 ഇഞ്ച് ഗോൾഡൻ കളർ പ്ലേറ്റ് ആയിട്ടുള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് UBS ബ്രേക്കിംഗ് ടെക്നോളജി ഉണ്ട്. 190 mm ഉള്ള ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. UBS ബ്രേക്കിംഗ് സപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. അതായത് 2 ബ്രേക്കും ഓൾറെഡി കണക്റ്റഡ് ആണ്. നമ്മൾ ഏത് സൈഡിലെ ബ്രേക്ക് ഫ്രണ്ടോ ബാക്കോ ബ്രേക്ക് പിടിച്ചാൽ തന്നെയും 2 ബ്രേക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പക്കാ സേഫായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 145 mm ആണ്. കേരളത്തിലെ അത്യാവശ്യം റോഡുകളിലൊന്നും നമ്മുടെ വാഹനം അടിതെറ്റി അതിൻ്റെ അണ്ടർബോഡി ഡാമേജ് ആവാനുള്ള ഒരു ചാൻസും തന്നെ കാണുന്നില്ല. ആകെ വെയിറ്റ് 98 കിലോയെ വരുന്നുള്ളൂ. ഈ ഒരു 125cc സെഗ്മെൻറ്റിൽ ഏറ്റവും വെയിറ്റ്ലെസ് ആയിട്ടുള്ള സ്കൂട്ടറാണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഈ സ്കൂട്ടറിൽ തരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് വാഹനത്തിൻ്റെ സൈഡ് സ്റ്റാൻഡ് കട്ടായാൽ, അതായത് സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. സിംഗിൾ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാവുന്ന ഒരു അടിപൊളി ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. സീറ്റിൻ്റെ താഴെയുള്ള പോർഷനിലും അടിപൊളി മെറ്റൽ പ്ലേറ്റ്സും സൂപ്പർ ഗ്രാഫിക്സും വരുന്നുണ്ട്. ഫുൾ ബാഡ്ജിങ് വരും. റേസ് ആർ 125 ഹൈബ്രിഡിൻ്റെ ഫുൾ ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോക്പിറ്റ് ഒന്ന് നോക്കാം. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള കോക്പിറ്റാണ് വണ്ടിക്ക് തരുന്നത്. യമഹയുടെ ബാഡ്ജിങ് ആയിട്ട് നടുവിൽ വരും. ഫുൾ ഡിജിറ്റൽ മീറ്റർ തരുന്നുണ്ട്. അതിന് ചുറ്റും ഒരു സിൽവറിൻ്റെ ബാഡ്ജിങ് കൂടെ വരുന്നുണ്ട്. ഇതാണ് ഇൻറ്റീരിയർ ഡിസൈൻ വരുന്നത്. ഒരു എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ്. റോബോട്ടിൻ്റെയൊക്കെ പോലത്തെ ഡിസൈനായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതാണ് എൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോം സൈസ് നമുക്ക് സ്കൂട്ടറിന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലഗേജ് എല്ലാം നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. സ്വിച്ചസ് എല്ലാം തന്നെ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. ഫസീനോ റേസ് ആറിൽ സെയിം ടു സെയിം സ്വിച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. വലത്തെ സൈഡിലാണ് അസിസ്റ്റീവ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് വരുന്നതും സെൽഫിൻ്റെ സ്വിച്ചും വരുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻഷൻ ക്ലസ്റ്റർ. ഇതിൻ്റെ മീറ്റേഴ്സ് എല്ലാം ഫുള്ളി ഡിജിറ്റലാണ്. നമുക്കത് യമഹ കണക്റ്റ് ആപ്പായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോള്, SMS, ബാറ്ററി, അതുകൂടാതെ ഇമെയിലിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കാണിക്കും. അത് കൂടാതെ ഉള്ള കിലോമീറ്റർ, അതായത് ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ വാഹനം ഓടും, ആവറേജ് മൈലേജ് എത്ര കിട്ടുന്നുണ്ട്,
എൻജിൻ ഓയിലിൻ്റെ നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ വി ബെൽറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വലത്തെ സൈഡിൽ സ്പീഡോമീറ്ററും ടൈം, ഫ്യൂൽ ഗേജിൻ്റെ ലെവൽ, അതുകൂടാതെ ഡിമ്മ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ, എൻജിൻ മാൽ ഫംഗ്ഷൻ, ഫ്യൂൽ പമ്പ് മാൽ ഫംഗ്ഷൻ എല്ലാം തന്നെ ലൈറ്റായിട്ട് വലത്തെ സൈഡിൽ കാണിക്കുന്നുണ്ട്. സിംഗിൾ ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ, ഒരു സെലക്ട് എന്നുള്ളൊരു ബട്ടൺ മാത്രമാണ് സ്കൂട്ടറിൽ വരുന്നത്. ഇതാണ് ആ LED ഇൻഡിക്കേഷൻസ് എല്ലാം വരുന്നത്. എൻജിൻ മാൽ ഫംഗ്ഷൻ, ഇൻഡിക്കേറ്റർ, ഡിമ്മ് ബ്രൈറ്റ് എല്ലാം വരുന്നുണ്ട്. നോർമൽ ഫസീനോ 125 ഹൈബ്രിഡ് മോഡലിലും അതുപോലെ തന്നെ RZR 125 ഹൈബ്രിഡ് മോഡലിലും ഈ സെയിം ടു സെയിം ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് വരുന്നത്. പക്ഷേ മീറ്ററിൻ്റെ അകത്തെ കൺസോളിൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് സീറ്റിനെ കുറിച്ച് പറഞ്ഞാൽ 2 ലെവൽ സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ പിലിയൻ, അതായത് ബാക്കിലിരിക്കുന്ന ആൾ കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇത്തിരി ഹൈറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ സഹായിക്കുന്നതാണ്. സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 785 mm ആണ്. നമുക്ക് അത്യാവശ്യം പൊക്കം കുറഞ്ഞ ചേച്ചിമാർ, പെൺകുട്ടികൾ, 5 അടി 2 ഇഞ്ചുള്ള ആളുകൾ തൊട്ട് താഴേക്ക് കാല് സുഖമായിട്ട് എത്തുന്നതാണ്. വാഹനത്തിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് 21 ലിറ്ററാണ് സ്റ്റോറേജ് വരുന്നത്. നല്ലൊരു ഹെൽമെറ്റും ഒരു ബാക്ക് പാക്കും വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും ടൂൾ കിറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റും വെച്ചാൽ തന്നെ നമുക്ക് കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെ ബാലൻസ് കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.2 ലിറ്ററാണ്. OBD2 സെൻസർ സപ്പോർട്ട് ഉണ്ട്. ചേസസ് നമ്പർ സീറ്റിന് താഴെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. E20 ഫ്യൂവൽ സപ്പോർട്ട് ചെയ്തതാണ്. ലേറ്റസ്റ്റ് ജനറേഷൻ 20% എത്തനോളുള്ള ലേറ്റസ്റ്റ് ജനറേഷൻ ഫ്യൂവൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതുണ്ട്. ഇനി എഞ്ചിനെ കുറിച്ച് പറഞ്ഞുതരാം. വാഹനത്തിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 0 to 60 എത്താനായിട്ട് നമുക്ക് 8 സെക്കൻഡ് മാത്രം മതി. 125 cc ഹൈബ്രിഡ് എയർ കൂൾഡ് സ്മാർട്ട് മോട്ടർ ടെക്നോളജി യൂസ് ചെയ്തുള്ള എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 8.2 bhp പവർ വരും, 10.3 Nm ടോർക്ക് വരുന്നത്. ടോപ്പ് സ്പീഡ് 91 km/h. മൈലേജ് 72 മൈലേജ് ഷുവറായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റും മേളിൽ ഹൈബ്രിഡ് സിസ്റ്റവും എയർ ഫിൽറ്ററും കൂടി കാണുന്ന യൂണിറ്റാണ് മേളിൽ ഇതുപോലെ വലുപ്പത്തിൽ കാണുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലെ സസ്പെൻഷനാണ്. ബാക്ക് സൈഡ് സസ്പെൻഷൻ വരുന്നത് സാധാരണ ഈ റേഞ്ചിലെ സ്കൂട്ടേഴ്സിനൊക്കെ കുറച്ചുകൂടി പൊക്കമുള്ളത് നീട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. ലോങ് യൂണിറ്റി സസ്പെൻഷൻ സ്വിങ് യൂസ് ചെയ്തുള്ള സസ്പെൻഷനാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ സസ്പെൻഷൻ്റെ ആ ജോയിൻറ്റിൽ ചെളി കാര്യങ്ങളൊക്കെ അടിച്ചിറായിക്കൊണ്ട് സെപ്പറേറ്റ് കവർ കൂടെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റ്സും ഗ്രാബ് റെയിൽസും 2022 ഇറങ്ങിയ സെയിം ടു സെയിം മോഡൽ തന്നെയാണ്. മഡ് ഗാർഡ് എടുത്ത് പറയാവുന്നൊരു കാര്യമാണ്. സാധാരണ 125 cc സ്കൂട്ടറുകളിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള മഡ് ഗാർഡ് നമുക്ക് ഈ സ്കൂട്ടറിനാണ് ലഭിക്കുന്നത്. കണ്ടോ, അതുകൂടാതെ നല്ല സ്പോർട്ടി ഡിസൈനാണ്. ഈ സ്കൂട്ടറിന് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വരുന്നുണ്ട്. അതായത് കുറച്ചധികം നേരം വണ്ടി ഐഡിയലായിട്ട് നിൽക്കുകയാണെങ്കിൽ തനിയെ കട്ട് ഓഫ് ആയി പോവുകയും എഞ്ചിൻ കട്ട് ഓഫ് ആയി പോവുകയും ജസ്റ്റ് ഒന്ന് ആ ത്രോട്ടിൽ ആക്സലേഷൻ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി തിരികെ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. നമുക്ക് അതുകൊണ്ട് നല്ലപോലെ മൈലേജ് കിട്ടും. പിന്നെ സ്മാർട്ട് മോട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടർ മോട്ടറിന് പകരം സ്മാർട്ട് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറന്നുള്ള സൗണ്ട് ഈ ആക്സസിനൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഈ സംഭവം ആ ഒരു സൗണ്ട് ഇതിന് ഉണ്ടാവില്ല. ബാക്ക് സൈഡ് ടയർ വലിപ്പമുള്ള ടയറാണ്. 110/90 ബ്ലോക്ക് ടയേഴ്സ് തന്നെയാണ്. ഫ്രണ്ടിലെ പോലെ തന്നെ ബ്ലോക്ക് ടയേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും, ഗ്രിപ്പ് ഉണ്ടാവും. അതുകൂടാതെ ടയേഴ്സിന് കുറേ കൂടി ലൈഫ് ഉണ്ടാവും. 10 ഇഞ്ച് സൈസ് വരുന്ന ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ള അലോയ് വീൽസ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡും 130 mm ഉള്ള ഡ്രം ബ്രേക്സ് ആണ് നമുക്ക് തരുന്നത്. 2024 ഫെബ്രുവരി മാസത്തിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 1.22 ആണ്. അപ്പോൾ യമഹ ഡീലറിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്കൂട്ടർ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ സ്കൂട്ടർ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഫീഡ്ബാക്ക് എടുത്ത് അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഈ ഓട്ടോമൊബൈലായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോൻ്റെ എൻഡിൽ ഈ സ്കൂട്ടർ നിങ്ങൾ എടുക്കുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് എന്ന് കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കുക. അപ്പോൾ RZR 125 cc ഹൈബ്രിഡ് സ്ട്രീറ്റ് റാലി എഡിഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. ഇനി 1.20 സംതിങ് ആണ് ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഈ സ്കൂട്ടർ ഏകദേശം കോമ്പീറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് TVSന്റെ എൻടോർക്ക് 125 റേസ് എഡിഷൻ അല്ലെങ്കിൽ XT മോഡലൊക്കെ ആയിട്ടാണ്. ആ കാറ്റഗറി സ്കൂട്ടേഴ്സിനെ അപേക്ഷിച്ച് നമ്മൾ ഈ സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. ഒന്ന്, യമഹയുടെ ബിൽഡ് ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. യമഹയുടെ എഞ്ചിൻ്റെ ക്വാളിറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. രണ്ടും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ്. പിന്നെ അതുകൂടാതെ യമഹയുടെ സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ ഹൈലി ഡ്യൂറബിൾ ആണ്. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല സ്പെയർ പാർട്സ് മാറിയാൽ തന്നെ. അതൊരു യമഹയുടെ മറ്റൊരു എടുത്ത് പറയാവുന്ന ഒരു ക്വാളിറ്റിയാണ്. റീസെയിൽ വാല്യൂ, അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ സ്കൂട്ടറിന് കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ മൈലേജ്.
യമഹ ഫസീനോ 125 ഹൈബ്രിഡ്, യമഹ റേസർ 125 ഹൈബ്രിഡ് ആയിക്കോട്ടെ, സ്ട്രീറ്റ് റാലി ഹൈബ്രിഡ് ആയിക്കോട്ടെ, 70 കിലോമീറ്റർ മൈലേജ് നിങ്ങൾക്ക് കറ തീർത്ത് കിട്ടും. ഞാൻ സംസാരിച്ചേക്കുന്നതിൽ വെച്ചൊരു 90% കസ്റ്റമർക്കും 65-നും 70-നും മൈലേജ് ഇപ്പോൾ കറന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മൈലേജ് കൂടി ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഇത്രയും ഏകദേശം 107 രൂപ അടുത്ത് പെട്രോളിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല മൈലേജ് നിങ്ങൾക്ക് കിട്ടും, നല്ല റീസെയിൽ വാല്യൂ കിട്ടും, നല്ല സർവീസ് കിട്ടും. ഇപ്പോൾ ഒരു 1.20 സംതിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് എങ്കിൽ റേസർ 125 സ്ട്രീറ്റ് റാലി മോഡൽ എടുക്കാനേ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നമ്മുടെ ഡീലർഷിപ്പിന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ആഡ് ചെയ്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്തിട്ട് വണ്ടി പോയി കാണുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ബുക്കിംഗ് ചെയ്യുക, വണ്ടി ഡെലിവറി എടുക്കുക. ഇനി മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്ത വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റുക. അപ്പോൾ എന്തായാലും വേറെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ സ്വന്തം ചാനലാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു മീഡിയമാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. സനീർ സൈനിങ് ഓഫ്. താങ്ക് യു.